ദിവസത്തിൻ്റെ പ്രത്യേകത മിസ് പറയാതെ തന്നെ മിസ്സിൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് സ്കൂളൊക്കെ അവധിയാണല്ലേ? എന്താണ് ഇന്നത്തെ അവധി തരാനുള്ള കാരണം എന്താണ്? ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ് അല്ല. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഗാന്ധിജിയെ ഓർക്കുന്നത് അല്ലേ? ഗാന്ധിജിയുടെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നത്. അദ്ദേഹം ജനിച്ച ദിവസമാണ് ഒക്ടോബർ 2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗാന്ധിജി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്നത് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആര് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയും മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഗാന്ധി ജയന്തി ഈ ഒരു ദിവസം എന്തിനാണ് ഓർത്തിരിക്കുന്നത് അല്ലേ? ഇതൊക്കെയാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഗാന്ധിജിനെ കുറിച്ചിട്ട് ഇന്ത്യക്കാർ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഗാന്ധിജിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മിസ് ഇന്ന് കുഞ്ഞുമക്കളോട് എല്ലാ കാര്യങ്ങളും മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ എല്ലാ മക്കൾക്കും നമ്മുടെ എക്സാം വിന്നറിൻ്റെ ഗാന്ധി ജയന്തി ആശംസകൾ നേരെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗാന്ധിജിയുടെ മുഴുവൻ പേരാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് മുഴുവനായിട്ടുള്ള പേര്. പക്ഷെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് ഗാന്ധിജി, മഹാത്മാഗാന്ധി, ബാപ്പുജി ഇങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മുടെ ഗാന്ധിജിയുടെ മുഴുവനായിട്ടുള്ള പേരാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അപ്പോൾ 1869 ഒക്ടോബർ 2 അദ്ദേഹം ജനിച്ചത്. ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് പോർബന്ദർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മുടെ ഗാന്ധിജി ജനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1869 ഒക്ടോബർ 2 അല്ലേ? ഒക്ടോബർ 2 ജനിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഗാന്ധി ജയന്തിയായിട്ട് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത്. അപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്നത് വളരെ നമ്മുടെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു ദിവസം ഓർത്ത് ഒക്ടോബർ 2 നമ്മളെല്ലാവരും ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നത്. അപ്പോൾ 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നമ്മുടെ ഗാന്ധിജി ജനിച്ചത്. ഗാന്ധിജിയുടെ മുഴുവനായിട്ടുള്ള പേരാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവനായിട്ടുള്ള പേര്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരും മാതാവിൻ്റെ പേരും നോക്കാം അല്ലേ? ഇപ്പോൾ പിതാവിൻ്റെ പേരാണ് കരംചന്ദ് ഗാന്ധി, അതായത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുമ്പോൾ തന്നെ കരംചന്ദ് ഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്, അച്ഛൻ്റെ പേര്. ഇനി അമ്മയുടെ പേര് നോക്കാം അല്ലേ? മാതാവിൻ്റെ പേരാണ് പുത്തലിബായ്. അപ്പോൾ പുത്തലിബായിയുടെയും അതേപോലെ തന്നെ നമ്മുടെ കരംചന്ദ് ഗാന്ധിയുടെയും കുട്ടിയാണ് നമ്മുടെ ഗാന്ധിജി, മഹാത്മാഗാന്ധി അല്ലേ? ഇനി 1883 അദ്ദേഹം വിവാഹം കഴിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് നമ്മുടെ കസ്തൂർബ ഗാന്ധിയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. 1883 അദ്ദേഹം വിവാഹം കഴിച്ചത്. പിന്നെ അദ്ദേഹം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയിലും ലണ്ടനിലൊക്കെ ആയിട്ട് അദ്ദേഹം എല്ലാ ഹയർ സ്റ്റഡീസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് 1891 വക്കീലായിട്ട് ജോലി ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ ഗാന്ധിജി ഒരു വക്കീലായിരുന്നു. 1891 ഇന്ത്യയിലും ഇംഗ്ലണ്ടിലൊക്കെ ആയിട്ട് വക്കീൽ ജോലിയൊക്കെ പഠിച്ച് അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള LLB എല്ലാ കാര്യവും കംപ്ലീറ്റ് ചെയ്തിട്ട് 1891 വക്കീലായിട്ട് നമ്മുടെ ഗാന്ധിജി ജോലി ആരംഭിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം അല്ലേ, നമുക്കറിയാം നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ എന്താണ്? നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 15 അല്ലേ? അപ്പോൾ നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്ന് നമ്മുടെ ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഓരോ ക്രൂരതകളൊക്കെ ചെയ്ത് അതൊന്നും സഹിക്കാൻ വയ്യാതെ അല്ലേ നമ്മുടെ ഇന്ത്യക്കാർ പാവം ബ്രിട്ടീഷുകാരുടെ ക്രൂരതകളൊന്നും സഹിക്കാൻ വയ്യാതെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗാന്ധിജി ഇന്ത്യയിലോട്ട് എത്തിയിട്ടുള്ളതും. അതേപോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ എല്ലാ ക്രൂരതകളും കണ്ട് രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് പ്രവർത്തിച്ച് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നിട്ടുള്ള അല്ലേ, നമ്മുടെ 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബാപ്പുജി അല്ലെങ്കിൽ നമ്മുടെ ഗാന്ധിജി എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഗാന്ധിജി വളരെ പ്രധാനപ്പെട്ട സംഭാവന നൽകിയിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് ഗാന്ധിജി എല്ലായ്പ്പോഴും അഹിംസയുടെ പാതയായിരുന്നു പിന്തുടർന്നിട്ടുണ്ടായിരുന്നത്. അതായത് സത്യത്തിൻ്റെയും അഹിംസ അല്ലേ, ഹിംസ കൂടാതെ നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും യുദ്ധമൊന്നും ചെയ്യാതെ എല്ലാ രീതിയും സമാധാനത്തോടെ നേരിടുക അല്ലേ, സത്യത്തിൻ്റെയും അഹിംസയുടെയും പാത പിന്തുടർന്നിട്ടായിരുന്നു ബ്രിട്ടീഷുകാരെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തുരത്തി ഓടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലായോ മക്കൾക്ക്? അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഭരണമൊക്കെ സ്ഥാപിച്ചു അല്ലേ, നമ്മുടെ ഇന്ത്യക്കാരെ ഫുൾ അടിമകളായിട്ട് ഇങ്ങനെ
നോക്കുന്ന സമയത്താണ് നമ്മുടെ ഗാന്ധിജി വക്കീൽ പഠനമൊക്കെ കഴിഞ്ഞ് ഒരു വക്കീലൊക്കെ ആയി. അദ്ദേഹം അതിനു മുന്നേ തന്നെ ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണ വിവേചനത്തിനെതിരെ, അതായത് നമ്മുടെ സ്കിൻ കളർ ഉണ്ടല്ലോ, നമ്മുടെ കളർ, അപ്പോൾ ആ ഒരു വർണ്ണ വിവേചനത്തിനെതിരെ കുറേ സമരങ്ങളൊക്കെ നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയിലോട്ട് വന്ന സമയത്ത് എന്താ കണ്ടത്? ആ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യക്കാരെ ചൂഷണം ചെയ്ത് ജീവിക്കുകയാണ് അല്ലേ, അവർ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ഒരു സത്യാഗ്രഹം പുറപ്പെടുപ്പിച്ചു. അപ്പോൾ ഈ സത്യാഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അഹിംസയും സത്യവും മാത്രമായിരുന്നു ഈ ഒരു സത്യാഗ്രഹത്തിൻ്റെ പ്രത്യേകത അല്ലേ. ഒരു യുദ്ധവും കൂടാതെ വളരെ സമാധാന രീതിയിലായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം നൽകി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ അദ്ദേഹം ഗാന്ധിജി എന്നറിയപ്പെടാൻ വേണ്ടി തുടങ്ങി. നമ്മുടെ ഇന്ത്യയിലോട്ട് വന്ന് നമ്മുടെ ഇന്ത്യക്കാരുടെ സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കി ഇന്ത്യക്കാർക്ക് നീതി വേണം അല്ലേ, അവരും സമാധാനത്തോടെ ജീവിക്കണം, നമ്മുടെ ഇന്ത്യക്കൊരു സ്വാതന്ത്ര്യം വേണം, ഒരു ഫ്രീഡം വേണം. അപ്പോൾ ഇതിനെതിരെ നമ്മുടെ ഇന്ത്യക്കാർക്ക് മോചനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രധാന പങ്ക് വഹിച്ചത് കൊണ്ട് നമ്മളെല്ലാവരും അദ്ദേഹത്തിന് എങ്ങനെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്? ഗാന്ധിജി എന്നാണ്. ജി എന്ന് പറയുന്നത് ഒരു ബഹുമാനത്തിലാണ് നമ്മൾ വിളിക്കുക അല്ലെ. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഗാന്ധിജി അല്ലെ, ഗാന്ധി എന്നാണ് പേര്, പക്ഷെ നമ്മൾ ഗാന്ധിജി എന്നാണ് വിളിക്കുന്നത്. അതൊരു ബഹുമാന അർത്ഥത്തിലാണ് നമ്മൾ ജി എന്ന് ചേർത്ത് വിളിക്കുന്നത് അല്ലേ. ഇനി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അല്ലെ, ഇന്ത്യയിലോട്ട് വന്ന സമയത്ത് നമ്മുടെ ഗാന്ധിജി എന്താ കണ്ടിട്ടുണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാരുടെ കൊള്ളരുതായ്മയാണ് അല്ലേ. ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യക്കാരെ ഇങ്ങനെ ചൂഷണം ചെയ്ത് ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ ഗാന്ധിജിക്ക് സഹിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ രാഷ്ട്രീയം വഴി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് എല്ലാ ജനങ്ങൾക്കും ബോധവൽക്കരണം നൽകി അല്ലേ. നമ്മൾ ഒരിക്കലും ബ്രിട്ടീഷുകാരുടെ അടിമയായിട്ടൊന്നും ജീവിക്കേണ്ട, നമുക്ക് സ്വാതന്ത്ര്യം വേണം അല്ലേ. എല്ലാവരും മനസ്സിലാക്കി നമുക്ക് അങ്ങനെ സ്വാതന്ത്ര്യം നേടിത്തന്നു. അപ്പോൾ ഇന്ത്യയിലെത്തിയ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ പോരാടാൻ ഉറച്ച തീരുമാനവുമായി മനസ്സുമായി രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കാൻ നമ്മുടെ ഗാന്ധിജി തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹത്തിൻ്റെ പ്രത്യേകത മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സത്യത്തിൻ്റെയും അഹിംസയുടെയും വഴിയാണ് അല്ലേ. അപ്പോൾ സത്യം മാത്രമേ അദ്ദേഹം പറയുള്ളൂ. നമ്മളെപ്പോലെ നുണയൊന്നും പറയില്ല. കുഞ്ഞുമക്കൾ ആരും നല്ല മക്കളാണ്, അപ്പോൾ നിങ്ങൾ ആരും നുണയൊന്നും പറയരുത് കേട്ടോ. അപ്പോൾ സത്യത്തിന് അല്ലേ, നുണ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ 1000 സത്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ മക്കൾ ആരും നുണയൊന്നും പറഞ്ഞ് ശീലിക്കരുത്. അപ്പോൾ നമ്മുടെ ഗാന്ധിജി സത്യത്തിൻ്റെയും അഹിംസയുടെയും പാതയിലൂടെയാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹത്തിൻ്റെ ആയുധം അല്ലെ, അദ്ദേഹത്തിൻ്റെ ആയുധം എന്താണ്? വാളും തോക്കൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ആയുധം എന്ന് പറയുന്നത് സത്യവും അഹിംസയുമായിരുന്നു. അപ്പം സത്യത്തിൻ്റെ പാത പിന്തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലേ. സത്യം മാത്രമേ ജയിക്കൂ എന്നാണ് നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുധം എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആയുധം എന്ന് പറയുന്നത് സത്യം മാത്രമാണ്. സത്യവും അഹിംസയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുധം എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മാത്രമല്ല, നമ്മുടെ ഉപ്പു സത്യാഗ്രഹം മക്കൾ കേട്ടിട്ടുണ്ടോ? 1930 നമ്മുടെ ദണ്ഡിക്കടപ്പുറത്തായിരുന്നു ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഉപ്പിന് നികുതിയൊക്കെ ഇങ്ങനെ കൂട്ടിയ സമയത്ത് അതിനെതിരെ ഒരു സത്യാഗ്രഹം പുറപ്പെടുപ്പിച്ചു. അപ്പം അതിനും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗാന്ധിജിയാണ്. അതേപോലെ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് കേട്ടിട്ടുണ്ടോ? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന് പറയുന്ന ഒരു സമരമല്ലേ, ക്വിറ്റ് ഇന്ത്യ സമരവും അതിനും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിസ്സഹരണ പ്രസ്ഥാനം, ഇങ്ങനെ ഒത്തിരി സമരത്തിനെല്ലാം, നല്ല നല്ല സമരത്തിനെല്ലാം പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മുടെ ബാബുജി തന്നെയാണ്, നമ്മുടെ മഹാത്മാഗാന്ധി തന്നെയാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും, നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞു മക്കളെല്ലാവരും നമ്മുടെ ഗാന്ധിജിയെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ബാപ്പുജി എന്നാണ്. സ്നേഹത്തോടെ ബാപ്പുജി എന്നാണ് എല്ലാവരും നമ്മുടെ ഗാന്ധിജിയെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രപിതാവാണ് നമ്മുടെ ഗാന്ധിജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആരാണ് ഗാന്ധിജി എന്ന് പറഞ്ഞത്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ് രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യ സമര നേതാവാണ്. അപ്പോൾ അദ്ദേഹമാണ് ആ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന ആ ഒരു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അല്ലേ, മഹാത്മാഗാന്ധി എന്ന് പറയാൻ വേണ്ടി കാരണം രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന വേറൊരു സ്വാതന്ത്ര്യ നേതാവുണ്ട് അല്ലേ. നേതാവ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷികളായിട്ടുള്ളതും അതേപോലെ തന്നെ ഇതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള 2 വ്യക്തികളാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറും സുഭാഷ് ചന്ദ്രബോസും. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറാണ് മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ സുഭാഷ് ചന്ദ്രബോസ് ആണ് രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് നമ്മുടെ ഗാന്ധിജി അല്ലേ. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ജീവിതമാണ്. നമുക്കറിയാം, ഒരു വക്കീലോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക?
ഇപ്പം എന്താ ചെയ്യുക? വലിയ വലിയ വീടൊക്കെ വെക്കും, വലിയ വലിയ കാറൊക്കെ വാങ്ങും അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഗാന്ധിജി വക്കീലാണ് അല്ലേ, നല്ല വക്കീലാണ്. അപ്പം അദ്ദേഹത്തിന് വലിയ വീടും വലിയ രീതിയിലൊക്കെ ജീവിക്കാം. പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ച് വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം തന്നെ നൂലുപയോഗിച്ച് സ്വന്തം വസ്ത്രം ഉണ്ടാക്കും, ആ വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ പ്യുവർലി വെജായിരുന്നു, അതായത് സസ്യാഹാരം മാത്രമായിരുന്നു അദ്ദേഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. മാംസാഹാരം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാം സസ്യാഹാരം മാത്രമായിരുന്നു അദ്ദേഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ബാക്കിയുള്ളവർക്കൊരു മാതൃകയാണ് അല്ലേ? ഇപ്പം നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിൽ ഓരോരോ മോഡലൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അവരെ പോലെ നോക്കുമ്പോൾ ആ കുട്ടികൾ നന്നായിട്ട് പഠിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ എല്ലാവരോടും നല്ല രീതിയിൽ ബഹുമാനാർത്ഥമൊക്കെ സംസാരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കില്ലേ അല്ലേ? അപ്പം നിങ്ങളും കുറേ പേരൊക്കെ ഉണ്ടായിരിക്കില്ല അങ്ങനെ. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഒരു മാതൃകയായിട്ട്, അതായത് വളരെ ലളിതമായിട്ട്, ഓവർ പൈസയൊന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല, വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്, വളരെ ലളിതമായിട്ടുള്ള ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1948 ജനുവരി 30 ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നാഥുറാം വിനയ് ഗോഡ്സെ എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ് അദ്ദേഹത്തിനെ വെടിയേറ്റിട്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1948 ജനുവരി 30 നമ്മുടെ ഗാന്ധിജി നമ്മളെ വിട പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അല്ലേ നമ്മുടെ ഗാന്ധിജി ജനിച്ചിട്ടുള്ളതാണല്ലേ ഒക്ടോബർ 2. അപ്പോൾ ഒക്ടോബർ 2 ഇത്രയും നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിക്കേ. ബ്രിട്ടീഷുകാരുടെ എല്ലാ ചൂഷണങ്ങൾക്കെതിരെയും അവരെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തുരത്തി ഓടിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധി ജനിച്ച ദിവസം എന്ന് പറയുന്നത് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ആ ഗാന്ധിജിയെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിമിഷമാണ് നമ്മുടെ ഒക്ടോബർ 2 അല്ലേ? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഒക്ടോബർ 2 ഓർത്തിരിക്കുന്നതെന്ന് മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ആ ഗാന്ധിജിയുടെ ജന്മദിനമാണെന്നല്ലേ, ഗാന്ധിജിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ ഗാന്ധിജിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്താലോ? യെസ്, ഹാപ്പി ബർത്ത്ഡേ ഗാന്ധിജി അല്ലേ, നമ്മുടെ ബാപ്പുജിയാണ്. അപ്പോൾ ബാപ്പുജിക്ക് എല്ലാ മക്കളും ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഒന്നും കൂടി മിസ് നമ്മുടെ എക്സാമിനറിൻ്റെ വക നിങ്ങൾക്ക് എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കളെല്ലാവരും അറിഞ്ഞിരിക്കണം കേട്ടോ.